ഇപ്പം ഞാനൊരു റീല് കണ്ട്, അതായത് ഒരു വ്യക്തിയെ 2 സൈനികർ ചേർന്നിട്ട് ആ വ്യക്തിയുടെ രണ്ട് കാല് ഒരു ഭാഗത്തുനിന്ന് വലിക്കാൻ ശക്തമായി വലിച്ചിട്ട് അദ്ദേഹത്തിന് നടുഭാഗത്ത് എല്ല് പൊട്ടിക്കുകയാണ്. മറ്റൊരു വ്യക്തി നിലത്ത് കിടത്തിയിട്ട് ആ വ്യക്തിയുടെ കഴുത്തിന് മേലൂടെ ബൈക്ക് ഓടിക്കുകയാണ്. ഒരു വ്യക്തി നിലത്ത് കിടത്തിയിട്ട് ആ വ്യക്തിയോട് നെഞ്ചത്ത് കൂടെ ലോഡ് കയറ്റാണ്. ഇതൊക്കെ സുഡാനിലാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് കാലം ഫലസ്തീനെ സംബന്ധിച്ച് സംസാരിച്ച്, പക്ഷേ സുഡാൻ ആരും കാണാതെ പോകുന്നുണ്ടോ എന്ന് സംശയം. തീർച്ചയായിട്ടും ആഫ്രിക്കൻ രാജ്യമാണല്ലോ സുഡാൻ എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപക്ഷെ ഈ കാലത്ത് ഇത്രയും ക്രൂരത ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾക്ക് ചിന്തിച്ചാൽ ഒരിക്കലും അതിനൊരു അറ്റം കിട്ടില്ല. അത്രത്തോളം ഭീകരമായ ചിത്രങ്ങളാണ് ഓരോ ദിവസവും സുഡാനിൽ നിന്ന് വരുന്നത്. അപ്പം നീ നേരത്തെ പറഞ്ഞ ആ ഒരു രംഗമൊക്കെ വളരെ ക്രൂരത നിറഞ്ഞതാണ്. അത് കണ്ട ആ ഒരു ദിവസം ഒരുപക്ഷെ ഡള്ളായി പോകും, മാനസികമായി തകർന്നു പോകും. അത്രക്ക് ഏതൊരു മനുഷ്യനും മനുഷ്യത്വം അല്പമെങ്കിലുള്ളൊരു ഒരാൾക്കത് കണ്ടു നിൽക്കാനാവില്ല. ഇവിടെ സുഡാനിൽ നടക്കുന്ന വിഷയം കേവലം ഒരു 2 പാർട്ടികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 സൈനികർ തമ്മിലുള്ള ഒരു സംഘടനയാണ്. RSFും അതേപോലെ തന്നെ സുഡാനീസ് ആംഡ് ഫോഴ്സും. അതാണ് സുഡാനീസ് ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. SAF അത് അവിടുത്തെ പിന്നെ ഔദ്യോഗികമായ പട്ടാളാണ്. എന്നാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവർക്കെല്ലാ ആയുധങ്ങളും പുറം രാജ്യങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവരാണ് ഈ ഒരു ഉന്മൂലനത്തിന് വേണ്ടി നേതൃത്വം നൽകുന്നത്. അവർ അധികാരം പിടിച്ചടക്കുക എന്നതിലുപരി അതുവരെ അവിടെ ജീവിച്ചിരുന്ന നിരാലംബരായ മനുഷ്യരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയാണ്. 2000 പേരെ ഒരു ദിവസം വെടിവെച്ച് കൊന്നിട്ട് അവരെ ജീവനോടുകൂടെയും ജീവനില്ലാതെയും കുഴിച്ചുകൂടി എന്ന് പറയുമ്പോൾ പല വാർത്തകളും പുറം ലോകത്തെത്തുന്നില്ല. ഒരുപാട് ന്യൂസുകൾ അവിടെ പുറത്തെത്താത്തതുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ രൂപത്തിലാണുള്ളത് സുഡാനിൻ്റെ അവസ്ഥ. ഇനി അവർക്കൊരു വിമോചനം എന്ന് പറയുന്നത് പുറം രാജ്യം ഇടപെടണം. പലപ്പോഴും സുഡാനിൽ പുറം രാജ്യങ്ങൾ ഇടപെട്ടതിൻ്റെ കാരണമായിട്ട് സമാധാനം വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഈ ഒരു സീസണിൽ എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് മനസ്സിലാവുന്നില്ല. പല രാജ്യങ്ങളും ഇടപെടുന്നില്ല. ആഗോള രാജ്യങ്ങൾ ഇതിൻ്റെ മേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കേവലം ഒരു ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ട് എഴുതിത്തള്ളുന്ന, അതൊരു നെവർ മൈൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ലോകത്ത് പൊതുവേ ഉണ്ട്. എപ്പോഴും ഒരു വലതുപക്ഷ ചിന്താഗതിയോട് കൂടിയാണല്ലോ ലോകത്തിൻ്റെ ഒരു ക്രമം, അമേരിക്കയുടെ ഡോമിനേഷൻ. പക്ഷേ ഇത് ഒരു ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് മാറ്റി ലോക സമൂഹം ഒന്നുണർന്ന് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു ദാരുണമായ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശവും, അതേപോലെ നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും അതൊക്കെ എന്നാണ്. ശരിക്കും അധികാരത്തിന് വേണ്ടിയിട്ട് 2 സ്വാർത്ഥ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അവിടെ ബലിയാടാവുന്ന സാധാരണക്കാരാണ്. ഇതെന്താണ്, ഒരു ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണോ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും പോരാട്ടത്തിനിടയിൽ എങ്ങനെ ജനങ്ങൾ ബലിയാടാകുന്നത് അധികാരത്തിന് ഈ ഓട്ടോമാറ്റിക്കലി മുമ്പ് ഈ സുഡാനീസ് ആംഡ് ഫോഴ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള പട്ടാളത്തെ സപ്പോർട്ട് ചെയ്തൊരു വിഭാഗമാണല്ലോ. ആ വിഭാഗത്തോടുള്ള ക്രൂരമായ വെറുപ്പ്, ഈ മനുഷ്യന് വിദ്വേഷവും വെറുപ്പും അതികഠിനമായാൽ പിന്നീട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് കണ്ണും കാതും ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം നല്ല പ്രഭാതങ്ങൾക്ക് വേണ്ടി. ഗസയിലിപ്പോൾ കുറച്ചെങ്കിലും ഒരു സമാധാനത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. 65,000 മനുഷ്യരില്ലാതായത് ഒരിക്കലും അതിനെ നമ്മൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ക്രൂരത തന്നെയാണ്. പക്ഷേ എങ്കിലും അവിടെയുള്ള ചില കുഞ്ഞുങ്ങളുടെ ചിരികൾ കാണുമ്പോൾ അവരിപ്പോൾ സന്തോഷത്തിലേക്ക് വഴി നടക്കുകയാണെന്ന് നമ്മളുടെ മനസ്സറിയാതെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. ആ രൂപത്തിൽ സുഡാനും സമാധാനത്തിൻ്റെ പാതയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്.